ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീയാണ് മകൻ. കളഞ്ഞു കിട്ടിയ തങ്കം എന്നൊക്കെ പറയാറില്ലേ? മാധവെന്നുകാർക്ക് കളഞ്ഞു കിട്ടിയ തങ്കമാണ് നീ. അഡ്വാൻസ് വേണ്ടേ? 1 2 അല്ല, 2 ലക്ഷമാണ് അഡ്വാൻസ്. ആ ചന്ദ്രു, നമ്മുടെ മോള് അമ്മ എപ്പോഴും പറയുമായിരുന്നു, മാധവ നിനക്ക് 3 ആൺമക്കളാണെന്ന്. ഇളയത് പെണ്ണല്ല, ആണാണെന്ന്. എന്റെ മോൾ എത്ര സങ്കടം ഉണ്ടെങ്കിലും അത് പുറത്തറിയിക്കാതെ സ്വയം ഒതുക്കുമായിരുന്നു. എനിക്ക് എന്റെ മോള് വേണം മാധവേട്ട. ചന്ദ്രു, എന്താ അമ്മ ഇത്? ഇങ്ങനെ കരയല്ലേ? ഒന്ന് നിർത്തുന്നുണ്ടോ? ഒരു സമാധാനവും തരില്ല. ആര് ചത്തട്ടാ ഇങ്ങനെ കിടന്ന് അലമുറയിടുന്നേ? കഷ്ടം. ചന്ദ്രു, എനിക്ക് എന്റെ അമ്മയെ ഒന്ന് കാണണം. ഏയ് വിനു, 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 വിനു. നിന്റെ ജോലി ശരിയായോന്നല്ലേ ചോദിച്ചത്? എന്നാ കേട്ടോ, എല്ലാം ശരിയായി. കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്, നീ ചെയ്യുവോ? കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്, നീ ചെയ്യുവോന്ന്. പൈസ ഉണ്ടല്ലോ, നീ ഉദ്ദേശിക്കുന്നതിനും അപ്പുറം കിട്ടും. നീ വാ, നീ പേടിക്കാതെ വാ. വാ ഇങ്ങോട്ട് വാ, ഒരു പുള്ളിയെ കാണണം. സാറേ, ഇതാണ് ഞാൻ പറഞ്ഞ കക്ഷി, വിനു. വിനുവിന് വേണ്ടത് പണമല്ലേ? അത് ഞാൻ തരാം. വിനു ഉദ്ദേശിക്കുന്നതിന്റെ 100 ഇരട്ടി പണം ഞാൻ തരും.
പക്ഷേ ബിനു ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്തോടുകൂടി ചെയ്യണം. പറ്റുമോ? എന്ന കാര്യം പറഞ്ഞോ സാറേ. വിനുവിന് സംസാരിക്കാനേ ബുദ്ധിമുട്ടുള്ളൂ. ഉറക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കേൾക്കാൻ പറ്റും. ബാക്കിയുള്ളത് ചുണ്ടിന്റെ ചലനത്തിനൊത്ത് ആള് ഗ്രഹിച്ചെടുത്തോളും. പറയാം. ബിനു വേറൊന്നും ചെയ്യണ്ട. ഒരു കാർ അപകടത്തിന്റെ കുറ്റം ഏറ്റെടുക്കണം. കൊലപാതകമാണോന്നാണ് വിനു കേട്ടത്. കൊലപാതകമൊന്നുമല്ല, ഒരു കയ്യബദ്ധം. കൈ നിറയെ പണം വരുന്ന കാര്യമാണ്. പണം. ആ മാധവൻ നായരും ചന്ദ്രികാമ്മയും പണമില്ലാതെ ആകെ തകർന്നു നിൽക്കുക. ഒന്നുമില്ലേലും നീ അവരുടെ മകനല്ലെങ്കിലും അവർ നിന്നെ സ്നേഹിച്ച് വളർത്തിയതല്ലേ? നിന്നെ വളർത്തി വലുതാക്കിയതിന് നിനക്കവരോട് നന്ദി കാണിക്കാൻ പറ്റിയ അവസരമാണിത്. നീ കുറ്റമേറ്റാൽ ആ കുടുംബം രക്ഷപ്പെടും. അതുമല്ല, ഈ കേസ് ഏറ്റെടുത്താൽ പരമാവധി ശിക്ഷ 1 വർഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ, 1 വർഷം. അതോടെ എല്ലാം തീരും. ഒരാൾ അറിയാതെ മഴയത്ത് പോയപ്പോ ഒരു കാലിൽ തട്ടി. അപ്പൊ തന്നെ 2 പേര് മരിച്ചു. 1 വർഷം കിടന്നാലേ നിനക്ക് കിട്ടാൻ പോകുന്നത് ലക്ഷങ്ങളാ, ലക്ഷങ്ങൾ. വേണ്ടെങ്കിൽ വിട്ടേക്ക്. ഇയാള് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സാരമില്ല, വീണ് വയ്ക്കോ. പാവം മാധവൻ നായർ. അയാളുടെ വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായൊരു വീട് വേണമെന്ന്. ആ ആഗ്രഹം ഇനി ഒരിക്കലും നടക്കില്ലെന്ന് മനസ്സിലാകുമ്പോ അയാള് വല്ല ഉത്തരത്തിലും കയറി തൂങ്ങി ചത്തോളൂ. ഗുഡ്. നീയാണ് മകൻ. കളഞ്ഞു കിട്ടിയ തങ്കം എന്നൊക്കെ പറയാറില്ലേ? മാധവന്നുകാർക്ക് കളഞ്ഞു കിട്ടിയ തങ്കമാണ് നീ. അഡ്വാൻസ് വേണ്ടേ? 1ഉം 2ഉം അല്ല, 2 ലക്ഷമാണ് അഡ്വാൻസ്. ആ, ബാക്കി 8 ലക്ഷം രൂപ നീ കുറ്റമേറ്റെടുത്ത് അകത്ത് പോയതിനു ശേഷം നീ പറയുന്നവരുടെ കയ്യിൽ ഭദ്രമായി എത്തിക്കും. 8 ലക്ഷം ആർക്ക് കൊടുക്കണം? ഉറപ്പായും കൊടുക്കും. മാനത്തെ കൊട്ടാരം